ശ്വേത മേനോനെതിരെ ആഞ്ഞടിച്ച് ഒരു വിഭാഗം നടിമാർ. ശ്വേതയുടെ നേതൃത്വത്തിലുള്ള അമ്മ ഭരണസമിതിയുടെ രാജി സാമ്പത്തിക ക്രമക്കേട് മൂലമെന്ന് നടി അൻസിബ ഹസൻ, മാല പാർവതി, ഉഷ ഹസീന എന്നിവർ ആരോപിച്ചു. തന്റെ പരാതിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വിളിച്ചിട്ടും എഫ്ഐആർ ഇടാൻ പോലീസ് തയ്യാറായില്ലെന്നും അൻസിബ പറഞ്ഞു. ശ്വേത മേനോന്റെ ഉറപ്പിൽ 15 കോടി രൂപ അദാനി ഗ്രൂപ്പിൽ നിന്നും BJP നേതാവ് ലഭ്യമാക്കിയെന്ന് മാല പാർവതി വ്യക്തമാക്കി. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധം എന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെ ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടത്. ധ്രുവീകരണം നടത്തുന്ന, വർഗീയവാദം നടത്തുന്ന, മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത, ജാതി മതങ്ങളെ ഒന്നായി കാണാൻ പറ്റാത്ത, കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആൾക്കാരല്ല അത് ഭരിക്കേണ്ടത്. എന്റെ വിശ്വാസമാണ്. റിപ്പോർട്ടിൽ പറയുന്നത് ടിനി ടോം അത് തമാശയ്ക്ക് പറഞ്ഞതാണ് ജിഹാദി എന്നും ഒരു വ്യക്തിക്ക് ഡബിൾ ഡാഡി സിൻഡ്രം ആണെന്നും ആ വ്യക്തിക്ക് മറ്റുള്ള പലരുമായിട്ടും പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നതൊക്കെ തമാശയായിട്ട് കാണാനാണോ പോലീസ് ഇവിടെ ഇരിക്കുന്നത്? ഒരു പെൺകുട്ടിക്കെതിരെ സ്ലട്ട് ഷേവിംഗിന്റെ ഏറ്റവും മാക്സിമം ആണ് ട്രെയിലറും ടീസറും പ്രീമിയറും അടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പോലീസുകാർ പറയുന്നത് ഇത് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും എഫ്ഐആർ ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? വിശ്വാസപൂർവ്വം ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സഹപ്രവർത്തകൻ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള സഹപ്രവർത്തകനാണ്. അദ്ദേഹം വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പില് പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിഷാരടി സംസാരിച്ചത് മാത്രമാണ് മുഴുവനായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതൊരു ക്രൈമാണ് സത്യം പറഞ്ഞാൽ. അതേസമയം തനിക്ക് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പിന്തുണ ലഭിച്ചതായും രാജിവെക്കാതെ ഉറച്ചുനിന്ന് പോരാടണമെന്ന് ഇരുവരും പറഞ്ഞതായും ശ്വേത മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവകാശപ്പെടുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, അമ്മയിലെ ഈ പോര് അത് അവസാനിക്കുന്നില്ലല്ലോ അല്ലേ? ശരിക്കും നവമി, അത് തുടരുകയാണത്, അതിരൂക്ഷമായി തുടരുകയാണ്. പ്രത്യേകിച്ചും ആ വർഗീയവാദം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇപ്പൊ അമ്മ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച നടിമാരായ അൻസിബ ഹസൻ, മാല പാർവതി, അതുപോലെ ഉഷ ഹസീന, മായ വിശ്വനാഥ് തുടങ്ങിയവരൊക്കെ ഇതിലേക്ക് വർഗീയത കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്നു ശ്വേത മേനോൻ എന്ന രൂക്ഷമായ ആരോപണമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് പ്രധാനമായും അദാനിയിൽ നിന്നും 15 കോടി രൂപ അമ്മയിലേക്ക് കൊണ്ടുവരുന്നു. അത് CSR ഫണ്ട് വഴിയാകാം, എന്തായാലും അതിൽ വ്യക്തതയില്ല. പത്മജി എന്ന് പറയുന്ന കൊച്ചിയിലെ BJP നേതാവ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അത്തരമൊരു വെളിപ്പെടുത്തൽ. ഇത് അമ്മയിലെ ഒരാളും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മാല പാർവതി പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിൽ 15 കോടി കൊണ്ടുവരുന്നു, അതല്ലെങ്കിൽ അത് അമ്മയിലെ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് ശ്വേതയോട് വൈരാഗ്യം ഉണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അമ്മയിലെ തകർച്ചയ്ക്ക് കാരണമെന്ന് പത്മജ എസ് മേനോൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഇത് അമ്മയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അമ്മയുടെ ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അടക്കം ചർച്ച ചെയ്തിട്ടില്ലാത്ത കാര്യമാണെന്ന് മാല പാർവതി മുന്നോട്ട് വെക്കുന്നുണ്ട്. എങ്ങനെയാണ് അമ്മയ്ക്ക് പുറത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, BJPയുടെ നേതാവ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത്? മാത്രമല്ല, ദല്ലാൽ നന്ദകുമാറിന്റെ അടുത്തു നിന്നും 1 കോടി രൂപ അമ്മയിലേക്ക് വാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അത് അൻസിബ ഹസൻ പറയുന്നു അവർ എതിർത്തിരുന്നു. പ്രത്യേകിച്ചും മതപരമായ ഇടപെടലുകൾ, ഇന്ന് അമ്പലമാണെങ്കിൽ നാളെ പള്ളി ഉണ്ടാകും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിം മതസംഘടനകൾ ഉണ്ടാകും. അത്തരം ഇടപെടലുകൾ അമ്മയിലേക്ക് വേണോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അത്തരം നിരവധി തർക്കത്തിനൊടുവിലാണ് ദല്ലാൽ നന്ദകുമാറിൽ നിന്നും പണം സ്വീകരിക്കുന്നത്. അത് 1 കോടി ആയിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത്, പിന്നെ അത് 75 ലക്ഷമായി ചുരുങ്ങുന്നു. ഈ ബാക്കി 25ന്റെ കഥ അറിയില്ല തുടങ്ങിയ വലിയ ആരോപണങ്ങൾ, സാമ്പത്തികമായി വലിയ ആരോപണങ്ങളാണ് അമ്മയിലെ അംഗങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് മാത്രമല്ല, ശ്വേത മേനോനും സംഘവും, ശ്വേത മേനോൻ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് കണക്ക് ബോധ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് അത്തരം
ആരോപണങ്ങൾ വന്നപ്പോഴാണ് ശ്വേതാ മേനോൻ താനും തന്റെ അംഗങ്ങളും രാജിവെക്കുന്നുവെന്ന് മാധ്യമങ്ങളുടെ പ്രഖ്യാപനം നടത്തിയത്. തുടർന്ന് കണക്കുകൾ വ്യക്തമാക്കേണ്ടത് സാഹചര്യം കുറച്ചുകൂടി ബലപ്പെട്ടപ്പോഴാണ് പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനത്തിന് ശേഷം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ആ പ്രഖ്യാപനത്തിന് ശേഷമാണ് ജനറൽ ബോഡി മറ്റൊരു അഡ്ഹോക് കമ്മിറ്റിയെ അതുമായി ബന്ധപ്പെട്ട് ചുമതലയേൽപ്പിക്കുന്നത്. അവർക്ക് മിനിറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇവരുടെ രാജി സന്നദ്ധത അല്ലെങ്കിൽ ഇവർ മീഡിയയുടെ രാജി പ്രഖ്യാപിച്ചത് അത് മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇതുവരെയും രേഖാമൂലം തങ്ങളുടെ രാജിക്കത്ത് തന്നില്ല എന്നുള്ള കാരണം കാണിച്ചാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ തിരിച്ചു വരേണ്ടുന്ന സാഹചര്യം മുന്നോട്ട് വയ്ക്കുന്നത്. ശ്വേതാ മേനോന് അധികാര കൊതിയാണ്. അതല്ലെങ്കിൽ ശ്വേതാ മേനോനും സംഘവും തിരിച്ചെത്തുന്ന സാഹചര്യത്തിൽ അമ്മ സംഘടന തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇത് ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട അമ്മയുടെ നേതൃത്വം ഏറ്റെടുക്കണം തുടങ്ങിയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാലാപാർവതി അടക്കമുള്ള ആളുകൾ ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതിൽ അമ്മയിലേക്ക് ഇത്തരത്തിൽ മതപരമായും രാഷ്ട്രീയപരമായുള്ള ഇടപെടൽ ഉണ്ടാകുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് തന്നെയാണ് നടിമാർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലയേൽപ്പിക്കുമ്പോൾ എന്തുകൊണ്ട്, അതായത് നേരത്തെ മോഹൻലാൽ ഈ അമ്മ കമ്മിറ്റി പിരിച്ചുവിടുമ്പോൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുമ്പോൾ അത് ഒരു അഡ്ഹോക് കമ്മിറ്റിയെ ചുമതല ഏൽപ്പിക്കുന്നു. അത് ജനറൽ ബോഡിക്ക് വളരെ കാലം, അതായത് വളരെ സമയമുണ്ടായിരുന്നു അടുത്ത ജനറൽ ബോഡിക്ക് എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുവരെ മറ്റൊരു ജനറൽ ബോഡി കൂടുകയോ പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്തുക, അതല്ലെങ്കിൽ പുതിയൊരു ഭരണഘടന നിലവിൽ വരിക എന്നുള്ളത് സാമ്പത്തികമായ ഒരുപാട് സംഘടനയ്ക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അടുത്ത ജനറൽ ബോഡിക്ക് സമയം, ജനറൽ ബോഡിയിൽ വെച്ച് തന്നെയാണ് ഇവർ രാജി പ്രഖ്യാപിക്കുന്നത്. എന്തുകൊണ്ട് അഡ്ഹോക് കമ്മിറ്റിയായി മുൻപത്തെ കമ്മിറ്റി തുടർന്നതുപോലെ, അതായത് മോഹൻലാലിന്റെ കാലഘട്ടത്തിൽ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത് അതേ കമ്മിറ്റി തന്നെ അഡ്ഹോക് കമ്മിറ്റിയായി തുടരുകയായിരുന്നു. എന്തിനാണ് പുതിയൊരു അഡ്ഹോക് കമ്മിറ്റി എന്നുള്ള ചോദ്യം ബാക്കിയാകുമ്പോൾ ഈ കമ്മിറ്റിക്കെതിരെ സാമ്പത്തിക ആരോപണം നിലനിൽക്കുന്നുണ്ട്. മറ്റു മുൻപുണ്ടായിരുന്ന കമ്മിറ്റിക്കെതിരെ അതുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ കമ്മിറ്റി തന്നെ അഡ്ഹോക് കമ്മിറ്റിയായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ ഈ സാമ്പത്തിക ആരോപണം ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ലക്ഷ്മിപ്രിയയും അടക്കമുള്ള ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ഇതുവരെയും കണക്കുകൾ ബോധ്യപ്പെടുത്തിയിട്ടില്ല. വലിയ ക്രമക്കേടുകൾ ഉന്നയിക്കുന്നു. അത് മുൻപുണ്ടായ ആളുകളുടെ ചുമലിൽ താങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇപ്പോഴും നടിമാർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല അൻസിബ ഹസന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടും വലിയ ആരോപണങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ അവർ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നോമ്പ് തുറന്നു എന്നുള്ളത് എടുത്തു നിന്നും തുടങ്ങിയതാണ്. മാത്രമല്ല ഇതെല്ലാം നന്ദകുമാറിന്റെ പണം സ്വീകരിച്ചു തുടങ്ങിയ കാര്യത്തിൽ ഇടപെട്ടപ്പോൾ തുടങ്ങിയതാണ് അവർക്ക് നേരെ മതപരമായിട്ടുള്ള അധിക്ഷേപവും ആക്രമണവും എന്നാണ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സിനിമ പോലെ സെക്യുലർ ഒരു ഇടത്തിൽ ഇത്തരം അമ്മ പോലത്തെയുള്ള ഒരു സംഘടനയിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇത്തരം വർഗീയ ഇതിപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ നടിമാർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതിൽ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയുമാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അവർ BJP-യിൽ നിന്നൊക്കെ പണം വാങ്ങി എന്ന് പറയുന്നു. അത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായിട്ടാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ശ്വേതാ മേനോന് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞിട്ടില്ല. പകരം സോഷ്യൽ മീഡിയയിൽ അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ അവർ കുറിച്ചത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ പിന്തുണ തനിക്കുണ്ട്, സംഘടനയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകാതെ പോരാടണമെന്നാണ് അവർ ഉപദേശിച്ചതെന്ന് ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളെ കണ്ട് ശ്വേതാ മേനോൻ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങളെ എല്ലാം നിഷേധിക്കുവാൻ ശ്വേതാ മേനോൻ ഇതുവരെയും തയ്യാറായിട്ടുണ്ടോ? നവമി, മുൻപും നമുക്കറിയാം നിരവധി പ്രശ്നങ്ങൾ, അതായത് ഈ അമ്മയുടെ സംഘടനയുടെ തുടക്കത്തിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ശേഷം ശ്വേതാ മേനോൻ പ്രഖ്യാപിക്കുന്നു അതിജീവിത അടക്കം, അതായത് നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അതിജീവിത അടക്കമുള്ള ആളുകളെ തിരിച്ച് സംഘടനയിലേക്ക് കൊണ്ടുവരുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങൾക്ക് അവർ അതുമായി ബന്ധപ്പെട്ടുള്ള റിയാക്ഷൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പക്ഷെ തുടർന്ന് അവർ പെട്ടെന്ന് മലക്കമറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരം കാര്യങ്ങൾ ചില ആളുകൾ അതിനെതിരെ നിൽക്കുന്നു എന്ന് പറയുന്നു. ഇന്നും നടിമാർ വിളിച്ചിരുന്ന വാർത്താ സമ്മേളനത്തിൽ അവരത് എടുത്തു പറയുന്നു. ആരാണ് ഇവർക്ക് എതിര് നിന്നത്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എതിർപ്പ് കൽപ്പിച്ചത് ആരാണ്? ആ വിഷയം അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഈ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന ആളുകൾ നടിയെയോ അല്ലെങ്കിൽ അതിജീവിതയോ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയോ അമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള നീക്കത്തിന് എതിര് നിൽക്കുന്നു, തടസ്സം നിൽക്കുന്നു. ഇവര് വിമൻ കാർഡ് കാണിച്ചാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ, അതായത് സ്ത്രീയുടെ കയ്യിൽ ഭരണം കിട്ടിയത് കൊണ്ട്, അതല്ലെങ്കിൽ
സ്ത്രീ ഭരിക്കുന്നത് കൊണ്ട് എത്തരം കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുകളും ഫ്രസ്ട്രേഷൻസുമാണ് ഇങ്ങനെ പുറത്തു ചാടുന്നത്. ഇവർക്കെതിരെയുള്ള ഒരു ട്രംപ് കാർഡായിട്ട് പുറത്തു വരുന്നത് എന്നുള്ള കാര്യമാണ് ശ്വേതാ മേനോൻ ആരോപിക്കുന്നത്. ലക്ഷ്മിപ്രിയയും അങ്ങനെ. അത് മാത്രമല്ല, BJPയുമായുള്ള ഈ ബാന്ധം ആരോപിക്കുമ്പോൾ BJP വൃത്തങ്ങളിൽ നിന്നും പണം വാങ്ങി ഇവിടെ നിന്നും ആളുകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ നൽകാമെന്ന ഡീല് കൂടി ശ്വേതാ മേനോൻ ഉണ്ടാക്കിയെന്ന് ഗുരുതരമായ ആരോപണം കൂടി ഉണ്ടാകുന്നു. ഇത്തരത്തിലൊരു ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ ശ്വേതാ മേനോൻ ഫേസ്ബുക്കിലൂടെ മാത്രമാണ് ഇത്തരത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള ആളുകൾ, അതായത് ഓടിളക്കി വന്നവരല്ല അമ്മയുടെ കാര്യം തീരുമാനിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ തനിക്ക് പിന്തുണ നൽകുന്നു. അവര് ഇത്തരത്തിൽ രാജിവെക്കാതെ രാജിവെച്ച് പുറത്തു പോകാതെ നട്ടിൽ നിവർത്തി നിൽക്കണമെന്നുള്ള മെസ്സേജ് തരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ് എന്നുള്ള സൈൻ ഓഫോട് കൂടിയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നവമി ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം ശ്വേതാ മേനോൻ പ്രതികരിക്കുമോ എന്നുള്ള കാര്യമാണ്. പക്ഷേ നിരവധി പ്രശ്നങ്ങൾ അമ്മ സംഘടനയെ മുൻപും, അതായത് ഈ സംഘടന ഈ ഭരണസമിതി നിലവിൽ വരുന്നതിന് മുൻപും നിരവധി പ്രശ്നങ്ങൾക്ക് അമ്മയുടെ ആളുകൾ പ്രതികരിച്ചിരുന്നു. അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും അമ്മ പ്രതികരിക്കാൻ വൈകുന്നു എന്നുള്ള അധിക്ഷേപം കേട്ടെങ്കിലും പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം അവർ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പ്രതികരിക്കാതെ പോയിട്ടില്ല. പക്ഷേ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന അമ്മയുടെ പ്രസിഡന്റ് ഒരു കാര്യത്തിലും മറുപടി പറയുകയോ അതിലെ വിശദീകരണം നൽകുകയോ മാധ്യമങ്ങളെ ഫേസ് ചെയ്യുകയോ ഒന്നും തയ്യാറായിട്ടില്ല. പക്ഷെ അവര് നമുക്കറിയാം സംഘടനയുടെ, അതായത് ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ടാണ് അവരെന്ന് പ്രതികരിച്ചത് അന്ന് നമുക്കറിയാം. ഞാനും എൻ്റെ അംഗങ്ങളും രാജിവെക്കുകയാണ്, അത് തനിക്ക് വ്യക്തിത്വമുണ്ട്, അതല്ലെങ്കിൽ സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിനെ തിരിച്ച് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്ര കാലം പ്രതികരിക്കാതിരുന്നത് തുടങ്ങിയ ന്യായീകരണങ്ങൾ അവർ അന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ വിഷയത്തിലും ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ അവർ റിയാക്ട് ചെയ്യാൻ തയ്യാറായി. പക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമോ, അവരുടെ റിയാക്ഷൻ എന്താണെന്നോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കുന്നു, ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മതത്തെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടാൻ ശ്രമിക്കുന്നു, രാഷ്ട്രീയത്തെ ഡ്രാഗ് ചെയ്തിടാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനം ഈ രമേശ് പിഷാരടിയുടെ കയ്യിൽ നിന്നും ആ കൺവീനർ സ്ഥാനം സ്റ്റേ ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് കോടതി വിധിയുമായി അവർ വന്നപ്പോഴും ആ സംഘടനയെ രക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ ഭാഗത്തു നിന്നും എന്ത് ഇടപെടലാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് അവർ തന്നെ വിശദീകരിച്ച് തരേണ്ടതാണ്. അത് ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന് വേണം പ്രതീക്ഷ. ഇത്രയധികം കൂലങ്കഷമായി ഈ ഒരു സംഘടനയിലെ പോര് അവസാനിക്കുന്നില്ല. പരസ്പരം വിഴിപ്പലക്കിയും ചെളി വാരിയെറിഞ്ഞും നടിമാരും താരങ്ങളുമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയാണ്. അതിനിടയിൽ ശ്വേതാ മേനോൻ പറയുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ പിന്തുണയുണ്ടെന്നാണ്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആജ്ഞ രവീന്ദ്രൻ. അമ്മയിൽ ഇപ്പോഴും പോര് കടുക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.